ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ നിരവധി റൂമറുകളാണ് ദൃശ്യത്തെക്കുറിച്ച് പരക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഒരു ഇന്റർവ്യൂവിൽ ബ്രേക്ക് ചെയ്തത് ദൃശ്യത്തിന് നാലാം ഭാഗം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ദൃശ്യത്തിന്റെ ഒരു കേസിൽ ജീത്തു ജോസഫോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ ഒക്കെ തന്നെ അതിന്റെ സീക്വൽസ് വരുന്ന കാര്യം വളരെ സർപ്രൈസ് ആക്കി മാത്രമാണ് പുറത്തുവിടാറുള്ളത്. വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ തന്നെയാണ് അവർ ആ സീക്വൽ അനൗൺസ് ചെയ്യാറുള്ളതും. അല്ലെങ്കിൽ ദൃശ്യവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഒട്ടും ഹൈപ്പില്ലാതെയാണ് ആശീർവാദ് സിനിമാസ് പുറത്തുവിടാറുള്ളത്. ദൃശ്യത്തിന് ഒരു നാലാം ഭാഗം ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷെ സത്യമായിരിക്കാം. പക്ഷെ അത് കെ വി ഗണേഷ് കുമാർ പുറത്തുവിട്ടതിനോട് ഒട്ടും യോജിപ്പില്ല. ജോർജ് കുട്ടിയുടെ ഒരു മൂന്നാം വരവ് സംഭവിക്കാനിരിക്കെ നാലാം വരവും കൂടെ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നത് ദൃശ്യം 3ന്റെ തിയേറ്റർ കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ദൃശ്യം 1 കാണുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു 2 വരുമെന്ന്, 2 കാണുമ്പോൾ അറിയില്ലായിരുന്നു 3 വരുമെന്ന്. അതേ രീതിയിൽ തന്നെ നമുക്ക് മൂന്നാം ഭാഗവും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ദൃശ്യം 4 ഉണ്ട് എന്നുള്ളത് സത്യമായി തന്നെയാണ് തോന്നുന്നത്. അതർവൈസ് ഗണേഷ് കുമാർ അങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. മറ്റൊരു റൂമർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അതിൽ അഭിനയിച്ച മറ്റൊരു അഭിനേതാവാണ്. അദ്ദേഹം പറയുന്നു സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ മകനാണ് ജോർജ് കുട്ടിയുടെ മകളെ മാരേജ് ചെയ്യുന്നതാണ്. അതായത് അങ്ങനെ ഒരു എലമെന്റ് സിനിമയിൽ ഉണ്ട് എന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ദൃശ്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ സർപ്രൈസ് ആയി തന്നെയാണ്, അല്ലെങ്കിൽ വളരെ രഹസ്യമായി തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ സൂക്ഷിക്കുന്നത്. അതിനിടയിലാണ് ഇമാതിരി റൂമറുകൾ അനാവശ്യമായിട്ട് സ്പ്രെഡ് ചെയ്തത്, അതും സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ. പറഞ്ഞു വരുന്നത് ദൃശ്യം പോലൊരു ത്രില്ലർ ചിത്രം, ഒരു കുടുംബ ചിത്രമായിട്ടൊക്കെയാണ് അത് രൂപപ്പെടുത്തി എടുക്കുന്നതെങ്കിലും നമുക്കറിയാം അൾട്ടിമേറ്റ്ലി അതൊരു ത്രില്ലർ ചിത്രമായിരിക്കും. അങ്ങനെയുള്ളൊരു ത്രില്ലർ സിനിമ തിയേറ്ററിൽ ആദ്യ ദിനങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പല സർപ്രൈസ് എലമെന്റുകളും അല്ലെങ്കിൽ പല ട്വിസ്റ്റുകളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണേണ്ടി വരും. ദൃശ്യം എന്തായാലും ഏപ്രിൽ 2 തിയേറ്ററിൽ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ GCCയിലെ സാഹചര്യങ്ങൾ വെല്ലുവിളി ആണെങ്കിലും അത് മറികടന്ന് ദൃശ്യം 3 ഏപ്രിൽ 2 തന്നെ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ ആദ്യ വീക്കെൻഡിൽ തന്നെ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുന്നതാവും നന്നാവുക. കാരണം ഇത്തരത്തിൽ പല സർപ്രൈസുകളും ലീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ തിയേറ്റർ അനുഭവത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവരും കരുതുന്ന രീതിയിൽ തന്നെ ദൃശ്യം ഒരു സർപ്രൈസ് ഹിറ്റായി മാറട്ടെ. ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ച ഒരു സിനിമയായി വലിയ രീതിയിലുള്ള തിയേറ്റർ അനുഭവമായും ദൃശ്യം 3 മാറട്ടെ.